സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം പടച്ചതമ്പുരാൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി യാത്ര ആരംഭിച്ച സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഹജ്ജ് നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അത് വളരെ വേഗത്തിലാവേണ്ടതിൻ്റെ പ്രാധാന്യവും സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാമിൽ ഹജ്ജിൻ്റെ സ്ഥാനം സാധാരണ അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണുന്നതിൽ അഞ്ചാമതായിട്ടാണ് എണ്ണാറുള്ളത്. അഞ്ചാമതായി എണ്ണുന്നത് അതിൻ്റെ ഒരു ഓർഡറിൽ അഞ്ചാം സ്ഥാനമുള്ളത് കൊണ്ടല്ല, മറിച്ച് മറ്റു കർമ്മങ്ങളെക്കാൾ കൂടുതൽ ഒരു തവണ മാത്രം അഥവാ ജീവിതത്തിൽ ആവർത്തിച്ച് ചെയ്യേണ്ടതില്ലാത്ത ഒരു തവണ മാത്രം നിർവഹിക്കേണ്ട ഒരു ഇബാദത്ത് എന്നതുകൊണ്ടാവാം ഹജ്ജ് ഇസ്ലാം കാര്യങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ അഞ്ചാമത് എണ്ണിയിട്ടുണ്ടായിരിക്കുക. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിൻ്റെ പ്രാധാന്യം, ഹജ്ജ് നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ നമ്മൾ ധാരാളമായി കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. നമ്മൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാധനാകർമ്മങ്ങളെക്കുറിച്ച് പൊതുവെ വളരെ സംഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഖുർആനിൽ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരാധനകളുടെ വിശദാംശങ്ങൾ അള്ളാഹു ഖുർആനിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നില്ല. പ്രത്യേകിച്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഈ മൂന്ന് ഇബാദത്തുകളും വളരെ പരിമിതമായ സ്വഭാവത്തിൽ മാത്രമാണ് വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എന്നാൽ ഹജ്ജ് അങ്ങനെയല്ല. മറ്റു ആരാധനാകർമ്മങ്ങളുമായി നാം താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ ഒരാരാധന എന്ന നിലക്ക് വിശദീകരിച്ചിട്ടുള്ളത് നിസ്കാരത്തേക്കാൾ, നോമ്പിനേക്കാൾ, സക്കാത്തിനേക്കാൾ ഹജ്ജിനെ കുറിച്ചാണ്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തവണ മാത്രം നിർവഹിക്കേണ്ട ഒന്നായതുകൊണ്ട് അതതിൻ്റെ എല്ലാ പൂർണ്ണതയിലും നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉള്ളതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ആരാധനാ കർമ്മങ്ങളെക്കാൾ വിശദമായി ഹജ്ജിനെ കുറിച്ച് ഖുർആനിൽ തന്നെ അല്ലാഹു പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ അൽ ഹജ്ജ് എന്നാണ്. ഖുർആനിൽ വേറെ ആരാധനാ കർമ്മങ്ങളുടെ പേര് ഖുർആനിൻ്റെ ഒരു സൂറത്തിനും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ സൂറത്തു സ്വലാത്ത് എന്ന് പറയുന്ന ഒരു അധ്യായം ഖുർആനിലില്ല. സൂറത്തു സൗം എന്ന് പറയുന്ന ഒരു അധ്യായം ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ സൂറത്തു സക്കാത്ത് ഖുർആനിലില്ല. പക്ഷേ സൂറത്തുൽ ഹജ്ജ് ഖുർആനിലുണ്ട്. സൂറത്തുൽ ഹജ്ജ് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സൂറത്തുകൾക്ക് പേര് നിശ്ചയിച്ചതുപോലെ
വെറും നിശ്ചയിച്ച പേരല്ല അത്. ഇപ്പൊ സൂറത്തുൽ ബഖറ, ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം, 286 ആയത്തുകളുള്ള സൂറത്തുൽ ബഖറയാണ്. ആ സൂറത്തിന്റെ പേര് അൽ ബഖറ എന്നാണ്. അൽ ബഖറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പശു എന്നാണ് അതിന്റെ അർത്ഥം. 286 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്തിന് അള്ളാഹു അങ്ങനെ ഒരു പേരാ കൊടുത്തത്. ആ പേര് കൊടുത്തതിന്റെ അർത്ഥം എന്താണ്? സൂറത്തുൽ ബഖറയിൽ പശുവിനെ കുറിച്ച് പറയുന്ന അധ്യായം എന്നല്ല. സൂറത്തുൽ ബഖറയിൽ പശുവിനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. ആ പദം ആ സൂറത്തിൽ വന്നു എന്നത് മാത്രമാണ്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു അൽ ബഖറ എന്ന് പറഞ്ഞു തുടങ്ങി 2-3 തവണ ആവർത്തിച്ച് ആ പദം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് സൂറത്തുൽ ബഖറക്ക് അൽ ബഖറ എന്ന പേര് നിശ്ചയിച്ചിട്ടുള്ളത്. അതല്ലാതെ 286 ആയത്തുകളിലും പശുവിനെ കുറിച്ച് അള്ളാഹു പ്രതിപാദിക്കുന്നില്ല. പശുവിന്റെ വിശേഷണങ്ങളും അതിന്റെ വിശദാംശങ്ങളും പറയുന്ന സൂറത്തുമല്ല അത്. ഖുർആനിലെ മഹാഭൂരിപക്ഷം സൂറത്തുകളും അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ ആ സൂറത്തിൽ ആ പദം ഒരു വാക്കായി വന്നു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അധ്യായത്തിന്റെ പേരും അധ്യായത്തിന്റെ കണ്ടന്റും തമ്മിൽ ആ നിലക്ക് വലിയ ബന്ധം ഉണ്ടാവില്ല. പൊതുവെ ഖുർആനിലെ സൂറത്തുകൾ മഹാഭൂരിപക്ഷവും അങ്ങനെയാണ്. പക്ഷേ സൂറത്തുൽ ഹജ്ജിന് അൽ ഹജ്ജ് എന്ന പേര് നൽകിയിട്ടുള്ളത് അങ്ങനെയല്ല. മറ്റു പല സൂറത്തുകൾക്കും അങ്ങനെ ഒരു പദം ആ സൂറത്തിൽ വന്നു എന്നതുകൊണ്ട് മാത്രം ആ സൂറത്തിന് ആ പേര് നിശ്ചയിച്ചു എന്നതല്ല സൂറത്തുൽ ഹജ്ജിന്റെ പ്രത്യേകത. അങ്ങനെ കുറച്ച് സൂറത്തുകളെ ഖുർആനിലുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്താണോ സൂറത്തിന്റെ പേര് നിശ്ചയിച്ചിട്ടുള്ളത് ആ നിശ്ചയിച്ച പേരും സൂറത്തിന്റെ കണ്ടന്റും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ള കുറഞ്ഞ സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ഹജ്ജ് എന്ന് പറയുന്നത്. ഹജ്ജിന് പോകുന്ന ആളുകൾ സൂറത്തുൽ ഹജ്ജ് യഥാർത്ഥത്തിൽ അതിന്റെ ആശയസഹിതം ഒന്ന് വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഹജ്ജ് അതിന്റെ ആത്മീയ ചൈതന്യത്തോടുകൂടി നിർവഹിക്കാൻ കഴിയും. കാരണം ഒരു ഹജ്ജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആന്തരികമായ ആത്മാവ്, അതിന്റെ ഒരു ചൈതന്യം എന്താണെന്ന് പിടികിട്ടുവാൻ പറ്റുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ, ഒരുപാട് അധ്യാപനങ്ങൾ ആ സൂറത്തിൽ അള്ളാഹു നിശ്ചയിച്ചു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സൂറത്ത് തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റു ആരാധനാകർമ്മങ്ങൾക്കില്ലാത്ത പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിന് നൽകിയത് നമുക്ക് കാണാൻ സാധിക്കുക. ആ സൂറത്ത് ആരംഭിക്കുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സഅതി ശൈഉൻ അളീം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത്. പരലോകത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത്. ഈ ലോകം എങ്ങനെയാണ് അവസാനിക്കുക, ഈ ലോകം അവസാനിച്ചതിന് ശേഷമുള്ള ലോകം എന്താണ് എന്നതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ആരംഭിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അതിൽ ആദ്യമായി അല്ലാഹു പറയുന്നത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാവണം. തഖ്വയുള്ളവരാവണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന സൽസലത്തസ് സഅതി ശൈഉൻ അളീം, ഈ ലോകം അവസാനിക്കുന്ന ആ രംഗമുണ്ടല്ലോ, സൽസലത്തുസ് സഅത്ത്, അത് വളരെ ഭയാനകമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളെല്ലാം ഭയാനകമായ ഒരു രംഗമാണ് ഈ ലോകം അവസാനിക്കുന്നതിലൂടെ സംഭവിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മപ്പെടുത്തുന്നത് ഇത്തഖൂ റബ്ബക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരാവണം. ഹജ്ജിനെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അല്ലാഹു പറയുന്നുണ്ട് ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ, നിങ്ങൾ ഹജ്ജിന് വേണ്ട പാഥേയം തയ്യാറാക്കണം. ഹജ്ജിന് നിങ്ങൾ ഒരുങ്ങിപ്പോകണം. ഹജ്ജിന് വേണ്ട തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തണം. ഹജ്ജിന് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ കർമ്മം അതിന്റെ എല്ലാ മനോഹാരിതയിലും നിർവഹിക്കാൻ പറ്റുന്ന സജ്ജീകരണങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാണ് ഫഇന്ന ഖൈറസ്സാദി അത്തഖ്വ. ഒരു ഹജ്ജിന് പോകുന്ന ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൈവശമുള്ള പാഥയത്തിൽ നമ്പർ 1 അല്ലെങ്കിൽ ആ പാഥയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പാഥയം ഏതാണ് എന്ന് അല്ലാഹു വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അത് തഖ്വയാണ്.
തഖ്വ കൈമുതലാക്കിക്കൊണ്ടാണ് ഒരാൾ ഹജ്ജിന് പുറപ്പെടേണ്ടത്. ഹജ്ജിന് വേണ്ട തയ്യാറെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് തഖ്വയാണെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു ഹാജി ഹജ്ജിന് പോകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുമ്പോൾ യാത്രക്ക് വേണ്ട ഒരുപാട് സജ്ജീകരണങ്ങൾ നമ്മൾ നടത്തും, ഒരുപാട് തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തും. അതിനുവേണ്ട കുറെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കും, കുത്തിവെപ്പ് നടത്തും, അതേപോലെ തന്നെ ഭക്ഷണത്തിന് ആവശ്യമായ വിഭവങ്ങൾ നമ്മൾ ശേഖരിച്ചു വെക്കും, മരുന്ന് ആവശ്യത്തിനുള്ളത് കരുതും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം ഹജ്ജ് അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതിന് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഒരു ഹജ്ജിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അവന്റെ കൈവശം തഖ്വയുണ്ടെന്ന് ഉറപ്പുവരുത്തൽ. തഖ്വ തന്റെ കൈവശമുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഒരാൾ ഹജ്ജിന് പോകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത് തന്നെ ആ തഖ്വയെ പറഞ്ഞുകൊണ്ടാണ്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തഖ്വയുള്ളവരായിക്കൊണ്ടാണ് ഹജ്ജിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ടത്. തഖ്വയുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ഹജ്ജിന് പോകണമെന്ന ആഗ്രഹം പോലും ഉണ്ടാവുക. തഖ്വയില്ലാത്ത ഒരു ഹൃദയത്തിൽ നിന്ന് ഹജ്ജ് ഒരാഗ്രഹമായി, ഒരു സ്വപ്നമായി, ഒരു കിനാവായി അതൊരിക്കലും വളർന്നു വരികയില്ല. അതുകൊണ്ട് തഖ്വയാണ് മർമ്മപ്രധാനം. ഹജ്ജിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മുത്തഖിയായി കൊണ്ടാണ് ഹജ്ജിന് പോകേണ്ടത്. ഹജ്ജിന് പോയിട്ട് മുത്തഖിയാവുകയല്ല, തഖ്വ കൈവശം വെച്ചുകൊണ്ടാണ് ഹജ്ജിന് പോകേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നിടത്ത് അല്ലാഹ് പറയുന്നുണ്ട്, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹജ്ജ് കുറെ കാര്യങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പരാമർശങ്ങൾ അതിനകത്തുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് അല്ലാഹ് അവസാനിപ്പിക്കുന്ന എങ്ങനെയാ? വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി വജ്തബാകും, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യണം. ജിഹാദ് ചെയ്യേണ്ടതുപോലെ എങ്ങനെയാണോ ചെയ്യേണ്ടത് അപ്രകാരം നിങ്ങൾ ജിഹാദ് ചെയ്യണം. ഹുവജ്തബാകും, അതിനുവേണ്ടി നിങ്ങളെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കാരണം എന്താണ്? മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിമി മില്ലത്തിന്റെ വക്താക്കളാണ്. നിങ്ങൾ ഇബ്രാഹിമി മില്ലത്തിന്റെ വക്താക്കളായി മാറിയതിനാൽ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ വേണ്ടി പടച്ചതമ്പുരാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് കൊണ്ട് ആ ചുമതല, ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാല് തഖ്വ കൊണ്ട് യാത്ര ആരംഭിച്ച് ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിക്കഴിഞ്ഞാല് ഞാനും മില്ലത്ത് ഇബ്രാഹിമിന്റെ ഭാഗമായിട്ടുണ്ട് എന്ന ഉത്തമമായ ബോധ്യത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെല്ലാം ത്യാഗ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ടോ ആ പണിയെടുക്കുന്ന ഒരു വ്യക്തിയായി ഒരു മനുഷ്യനെ പരിവർത്തിപ്പിക്കുന്ന ഒരു മഹാ ആരാധനയുടെ പേരാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് അള്ളാഹു ഈ സൂറത്തിന്റെ പ്രതിപാദ്യങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം പോവാണ്. ഫലമ്മാ ജഅലല്ലാഹുൽ ഇസ്ലാമ ഫീ ഖൽബി അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹൃദയത്തിനകത്തേക്ക് ഇസ്ലാമിന്റെ ആ പ്രകാശം കടന്നു വന്നപ്പോ ഞാൻ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഉബ്സുത് യമീനക ലി ഉബായിഅക, നിങ്ങളുടെ വലത് കൈ എനിക്കൊന്ന് നീട്ടിക്കൊണ്ട നിങ്ങളോട് ഞാൻ ബൈഅത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ. റസൂലുള്ളാഹി ഫബസത യദഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ നീട്ടിക്കൊടുത്തു. ഫഖബൽതു യദഹു, അപ്പോൾ ഞാൻ റസൂലിന്റെ കൈ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ പിടിച്ച സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചു, മാലക യാ അംർ ഇബ്നുൽ ആസ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
അഷ്തരിത്തു, ഞാനൊരു ഉപാധി വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു ഉപാധി വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പൊ റസൂൽ ചോദിക്കുന്നുണ്ട്, തഷ്തരിത്തു മാതാ, എന്ത് ഉപാധിയാണ് നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുന്നുണ്ട്, അയ്യുഗ്ഫറ ലി, എന്റെ പാപങ്ങളെല്ലാം പുറത്തു നൽകണം എന്നതാണ് എന്റെ ഉപാധി. ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ഒരൊറ്റ ഉപാധിയുള്ളൂ. ആ ഉപാധി എന്താണ്? എന്റെ മുൻകഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണം, എനിക്ക് പുറത്തു തരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പാപങ്ങളെല്ലാം പുറത്തു തരണം എന്നതാണ് ഇസ്ലാമിലേക്ക് വരുമ്പോഴുള്ള എന്റെ ഉപാധി എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അമാ അലിംത യാ അംർ, അംറേ നിങ്ങൾക്കറിയോ കാര്യം എന്താണെന്ന്? അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഇസ്ലാം അതിന്റെ മുമ്പുള്ളതിനെയെല്ലാം തകർത്ത് കളയും. എന്ന് പറഞ്ഞാൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി അതിന്റെ മുമ്പുള്ളതെല്ലാം അതോടുകൂടി ഇല്ലാണ്ടായി മാറും. ഹദമ എന്ന് പറയുന്ന അറബി വാക്കിന്റെ അർത്ഥം ഒരു പൊടി പോലും ഇല്ലാതെ ഒരു സാധനം തകർത്ത് കളയുന്നതിനാണ് ഹദമ എന്ന് പറയാം. അതിനൊരു പൊടി പോലും പിന്നെ കാണില്ല, അങ്ങനെ നശിപ്പിക്കാൻ, അതിനാണ് ഹദമ. റസൂൽ പറയാൻ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി അതിന്റെ മുമ്പുള്ളതെല്ലാം അള്ളാഹു തകർത്ത് പൊടി പോലും ഇല്ലാതെ അള്ളാഹു നശിപ്പിച്ചു കളയും. എന്ന് പറഞ്ഞാല് ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു മനുഷ്യന്റെ പാപങ്ങളൊക്കെ അള്ളാഹു പൂർണ്ണമായിട്ടും പുറത്തു കളയും. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹാ, ഹിജ്റയോടുകൂടി ഹിജ്റക്ക് മുമ്പുള്ളതെല്ലാം അള്ളാഹു തകർത്ത് കളയും. ഹിജ്റ ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവമാണ്. നിർണായകമായ ഘട്ടങ്ങളിൽ പലർക്കും ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിന്നതിന്റെ പേരിൽ, ഒരു മുസ്ലിമായി ജീവിക്കുന്നതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ മറ്റൊരു നാടന്വേഷിക്കേണ്ട സാഹചര്യം ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ വരും. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരുന്നത് ദീനുൽ ഇസ്ലാമിന് വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരാൾക്ക് ഹിജ്റ പോകേണ്ടി വന്നാൽ ആ ഹിജ്റ അതിന്റെ മുമ്പുള്ളതെല്ലാം അള്ളാഹു നശിപ്പിച്ചു കളയും. ഹിജ്റക്ക് മുമ്പ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വല്ല പാപങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളും പാപങ്ങളും അള്ളാഹു പുറത്തു നൽകും. അതിന്റെ കൂടെ മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു, ഒരാൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ ആ ഹജ്ജിന്റെ മുമ്പുള്ളതെല്ലാം അള്ളാഹു തകർത്ത് കളയും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഹജ്ജ് എന്ന് പറയുന്ന ആ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി അതിന്റെ മുമ്പ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് പാപങ്ങൾ സംഭവിച്ചതുപോലെ, ഹിജ്റ നടക്കുന്നതിന്റെ മുമ്പ് ഒരാളുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടായതുപോലെ, ഹജ്ജിന്റെ മുമ്പ് ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം പടച്ചതമ്പുരാൻ പുറത്തു നൽകുമെന്ന്, അത് തകർത്ത് കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ബൈഅത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ പറയുന്നത് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹജ്ജിന്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് നൽകുന്ന രണ്ട് പ്രതിഫലത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പിന്നെ ഹജ്ജുൻ മബ്റൂറുൻ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, മബ്റൂറായ ഹജ്ജ് കർമ്മം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന് സ്വർഗം അല്ലാതെ വേറെ ഒരു പ്രതിഫലവും ഇല്ല. സ്വർഗമാണ് അതിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം. അതേപോലെ തന്നെയാണ് മൻ ഹജ്ജ ഫലം യർഫസ് വലം യഫ്സുഖ് റജഅ കയൗമി വലദതുഹു ഉമ്മുഹു, ഒരു മനുഷ്യൻ ഹജ്ജ് കർമ്മം നിർവഹിച്ചു, ഹജ്ജിന്റെ സന്ദർഭത്തിൽ വേണ്ടാത്തതൊന്നും സംഭവിച്ചിട്ടില്ല, അനാവശ്യമായ ഒന്നും സംഭവിച്ചിട്ടില്ല, ഹജ്ജിന്റെ എല്ലാ ചൈതന്യവും പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് അയാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചതെങ്കിൽ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പ്രസവിക്കുന്ന കുഞ്ഞിന്റെ വിശുദ്ധിയോടാണ് അയാൾ തിരിച്ചു വരുന്നത് എന്ന് റസൂൽ പറയുന്നത്. അതുകൊണ്ടാണ് ഹജ്ജ് അതിന്റെ മുമ്പുള്ള എല്ലാം തകർത്ത് കളയും എന്ന് പറയുന്നത്. എന്താണ് ഹജ്ജിന് ഇത്രമാത്രം വലിയ സ്ഥാനം ഉണ്ടാവാനുള്ള കാരണം? ഹജ്ജ് എന്ന് പറയുന്നത് മറ്റു ആരാധനകളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന് ഒരു ചരിത്രമുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള ആരാധനാ കർമ്മങ്ങൾക്കും ഒരു എന്താ പറയാ, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതിനില്ല. നിസ്കാരം എന്ന് പറയുന്ന ഇബാദത്തിന് ഒരു ചരിത്രം പറയാനില്ല, നോമ്പിന് ഒരു ചരിത്രത്തിന്റെ പിൻബലമില്ല,
സക്കാത്തിന് ഒരു ചരിത്രത്തിന്റെ പിൻബലമില്ല. മറിച്ച് ഹജ്ജ് എന്ന് പറയുന്ന ഇബാദത്തിന് ഒരു ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. ആ ചരിത്രത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു നിർബന്ധമാക്കിയ ആരാധനയുടെ പേരാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ആ ചരിത്രം നമുക്കറിയാവുന്നതുപോലെ 3 വ്യക്തിത്വങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ട ചരിത്രമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രിയതമ ഹാജറ റളിയല്ലാഹു തആല അൻഹ, അവരുടെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം. ഈ 3 വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് എന്ന് പറയുന്ന ആരാധനാ കർമ്മം നിർബന്ധമാക്കിയിട്ടുള്ളത്. ആ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഏത് കർമ്മങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും ഈ 3 വ്യക്തികളെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാതെ അതിന്റെ ഒരു കർമ്മവും നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയില്ല. ഒരാൾ ആദ്യമായി കഅബയിലെത്തുമ്പോ കാണുന്ന കഅബ, ആ കഅബയെ കാണുമ്പോ യാന്ത്രികമായി ആ കഅബയെ തവാഫ് ചെയ്യാനല്ല അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത്. ആ കഅബ കാണുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആരാ? ആ കഅബ നിർമ്മിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ കഅബ നിർമ്മിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സഹായിച്ച പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇവരെ ഓർക്കാതെ, ഇവരെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാതെ കഅബയുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ തവാഫ് ചെയ്തു കഴിഞ്ഞാൽ അത് കേവലം ഒരു യാന്ത്രിക ചടങ്ങ് മാത്രമേ ആകൂ. മറിച്ച് അവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർ അതിനുവേണ്ടി സഹിച്ച ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഓർത്തെടുത്തുകൊണ്ട് ആ കർമ്മം നിർവഹിക്കുമ്പോഴാണ് അത് ചൈതന്യമുള്ള ആരാധനയായി മാറുക. എന്നിട്ട് നമ്മൾ തവാഫ് കഴിഞ്ഞാല് മഖാമു ഇബ്രാഹിമിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിച്ച് സംസം വെള്ളം കുടിച്ച് പിന്നെ പോകുന്നത് സഅയ് ചെയ്യാനാണ്. ആ സഅയ് ചെയ്യുമ്പോ സഫയുടെയും മർവയുടെയും ഇടയിൽ നമ്മൾ 7 തവണ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ്. ആ ഓടുന്ന സന്ദർഭത്തിൽ അത് കേവലം ഒരു ഓട്ടല്ലല്ലോ. നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജറ റളിയല്ലാഹു തആല അൻഹ. അവര് പ്രിയപ്പെട്ട മകന് വേണ്ടി വെള്ളത്തിന് ദാഹിച്ച് കരഞ്ഞ് അവശനായി കാലിട്ടടിക്കുമ്പോ ഒരു തുള്ളി വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഈ 2 മലകൾക്കിടയിൽ ആ ഉമ്മ ഓടിയതുപോലെ സഅയ് ചെയ്യുന്ന വിശ്വാസികൾ ആ 2 മലകൾക്കിടയിൽ ഓടുമ്പോ ഈ 3 വ്യക്തികളെ ആവാഹിച്ചെടുക്കാതെ ഹജ്ജിന്റെ ഒരു കർമ്മവും നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഹജ്ജ് മറ്റുള്ള ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ് വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ ഒരാൾ പിൻപറ്റാതെ, അതിനോട് ആഗ്രഹം പ്രകടിപ്പിക്കാതെ, അതിനോട് ഒരു താല്പര്യവുമില്ലാതെ മറ്റു മില്ലത്തിന്റെ പിന്നാലെ ഒരാൾ പോകാൻ വേണ്ടി തീരുമാനിക്കുന്നവൻ പരമവിഡ്ഢിയാണ്. ഇല്ലാ മൻ സഫിഹ നഫ്സഹു. വിഡ്ഢികൾക്കല്ലാതെ ആ മാർഗത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഖുർആൻ വലഖദ് ഇസ്തഫൈനാഹു ഫിദ് ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഈ ദുനിയാവിൽ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ആഖിറത്തിലാവട്ടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒന്നാമതായി പടച്ച തമ്പുരാൻ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ പിൻപറ്റുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ബാധ്യതയായി അള്ളാഹുവിന്റെ ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഖുൽ സദഖല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിനെ സത്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കണം. എന്നിട്ട് അതിന്റെ തുടർച്ചയായിക്കൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാരമ്പര്യം പൊതുവെ എല്ലാ വൈദിക മതങ്ങളും അവകാശപ്പെടുന്നവരാണ്. അബ്രഹാമിക് റിലീജിയൻ എന്ന് തന്നെ പറയല്ലോ. എന്ന് പറഞ്ഞാൽ ജൂതമതം, ക്രൈസ്തവ മതം, ഇസ്ലാം മതം, ഈ 3 മതവും അബ്രഹാമിക് റിലീജിയൻസ് ആയിട്ടാണ് അറിയപ്പെടുക. ഇത് 3ഉം ദൈവിക മതങ്ങൾ മാത്രമല്ല, ഇബ്രാഹിമി പാരമ്പര്യമുള്ള മതങ്ങളായിട്ടാണ് അവകാശപ്പെടുക. പക്ഷേ ആ അവകാശവാദത്തിന് ഒരു അടിസ്ഥാനമല്ല. അല്ലാഹു പറയാണ് മാകാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജൂതനായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ക്രിസ്ത്യാനിയായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുശ്രിക്കുമായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹനീഫൻ മുസ്ലിമൻ, നേരായ മാർഗത്തിൽ
അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമായി ജീവിച്ച ലോകത്തിന്റെ മുമ്പിൽ മാതൃകാ യോഗ്യതയുള്ള വ്യക്തിത്വത്തിന്റെ പേരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പാരമ്പര്യം പലരും അവകാശപ്പെടുമ്പോ ആ അവകാശവാദം യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹമാണ്. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം മാത്രം അതിന്റെ അവകാശികളായി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞല്ല, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, അസ്ലിം, നിങ്ങൾ മുസ്ലിം ആവണം എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ നാഥ, നിന്റെ മുമ്പിൽ ഞാനിതാ ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു. ഇബ്രാഹിമി മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണമെന്ന് അള്ളാഹ് നമ്മോട് പറയുമ്പോ അതിന്റെ ഒരു മറുവശമുണ്ട്, അതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. അതെന്താ ചോദിച്ചു കഴിഞ്ഞാല് വലാ തത്തബിഉ മില്ലത ബനി ഇസ്രായീൽ, നിങ്ങൾ ബനു ഇസ്രായേലിന്റെ മില്ലത്ത് പിൻപറ്റാൻ പാടില്ല. നിങ്ങൾ പിൻപറ്റേണ്ടത് ഇബ്രാഹിമി മില്ലത്താണ് എന്ന് പറഞ്ഞാല് ഇബ്രാഹിമി മില്ലത്തിന് വിരുദ്ധമായി സഞ്ചരിച്ച ബനു ഇസ്രായേലിന്റെ പാരമ്പര്യം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. എന്താണ് ആ പാരമ്പര്യത്തിന്റെ പ്രത്യേകത? ബനു ഇസ്രായേലിന്റെ മില്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹുവിന്റെ കൽപ്പനകളുടെ മുമ്പിൽ അത് എങ്ങനെയാണ് അതിൽ നിന്ന് കുതറി മാറാൻ പറ്റുക എന്നതിനെ കുറിച്ച് നിരന്തരമായി ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് കുതറി മാറാൻ വേണ്ടി നിരന്തരം ശ്രമിച്ച ഒരു വിഭാഗത്തിന്റെ പേരാണ് ബനു ഇസ്രായേൽ. ആ ബനു ഇസ്രായേലിന്റെ പാരമ്പര്യത്തിൽ നിന്ന് മാറി അള്ളാന്റെ കൽപ്പന എന്താണോ ആ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുക. സ്വന്തം നാട് വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഒരു ചോദ്യം ചോദിച്ചില്ല, എന്താ പടച്ചോനെ ഇങ്ങനെ ഒരു കൽപ്പന, എന്തിനാ ഞാൻ എന്റെ നാട് വിടുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മകനെയും ഒരു മനുഷ്യനെന്നല്ല ഒരു ജീവജാലം പോലും ഇല്ലാത്ത കൊടും മരുഭൂമിയിൽ തനിച്ചാക്കിക്കൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി അള്ളാന്റെ കൽപ്പന വന്നു. അള്ളാന്റെ മുമ്പിൽ ഒരു ചോദ്യം ചോദിച്ചില്ല, ആ കൽപ്പന അക്ഷരം പ്രതിപാലിച്ചു. അവസാനം ആറ്റുനോറ്റ് വാർദ്ധക്യത്തിന്റെ കാലഘട്ടത്തിൽ തനിക്ക് പിറന്ന പിഞ്ചു പൈതന്റെ കഴുത്തിൽ കത്തിവെക്കാൻ വേണ്ടി അള്ളാന്റെ കൽപ്പന ഉണ്ടായപ്പോ പടച്ചോനെ എങ്ങനത് സംഭവിക്കും എന്ന് ചോദ്യമില്ലാതെ അള്ളാന്റെ കൽപ്പന അക്ഷരം പ്രതി ഇബ്രാഹിം നബി അലൈഹി സ്വലാം അനുസരിച്ചു. അതിനെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പല സ്വഭാവത്തിലും പരീക്ഷിച്ചു, പല സ്വഭാവത്തിലും. ആ പരീക്ഷയിലെല്ലാം ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ 99.9% 100% മാർക്ക് വാങ്ങി ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിച്ചുകൊണ്ട് ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ നാഥ, നിന്റെ മുമ്പിൽ ഞാൻ എന്റെ ജീവിതം സമ്പൂർണമായി സമർപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുകയാണ്. ബനു ഇസ്രായേലിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ പശുവിനെ അറക്കാൻ വേണ്ടി അല്ലാഹ് കൽപ്പിച്ചു. ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്താൽ മതി. അവരുടെ കുടുംബത്തിലുള്ള, വീട്ടിലുള്ള, നാട്ടിലുള്ള ഏതെങ്കിലും ഒരു പശുവിനെ പിടിച്ച് അറുത്തുകൊണ്ട് ഒരു മനുഷ്യൻ മറ്റൊരാളെ കൊന്നതിന്റെ ബലിയായിക്കൊണ്ട് അള്ളാഹ് നിശ്ചയിച്ച കൽപ്പനയായിരുന്നു അത്. ഏതെങ്കിലും ഒരു പശുവിനെ അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഏത് പശുവിനെയാണ് ഞങ്ങൾ അറക്കേണ്ടത്? അവർ ചോദ്യം ചോദിച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞു, ഇന്ന പശുവിനെ അറക്കണം. അപ്പൊ അള്ളാഹ് ആ പശുവിനെ അറക്കണം എന്ന് പറഞ്ഞാൽ വീണ്ടും അവർ ചോദിക്കണം, ആ പശുവിന്റെ നിറം എന്താണ്? ഏത് നിറത്തിലുള്ള പശുവിനെ? അള്ളാഹ് നിറം പറഞ്ഞു കൊടുത്തു. നിറം പറഞ്ഞു കൊടുത്തപ്പോ വീണ്ടും അവർ ചോദിക്കണം, ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ആ പശു ഏതാണ്, ഒന്നുകൂടി വ്യക്തമാക്കി തരണം. എന്തിനാ ഈ ചോദ്യം? കൽപ്പനയിൽ നിന്ന് കുതറി മാറാൻ. ഏതെങ്കിലും ഒരു പശുവിനറുത്ത് അള്ളാന്റെ കൽപ്പനക്ക് വിധേയപ്പെടുന്നതിന് പകരം ഈ കൽപ്പനയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ആലോചിച്ച ഒരു കൂട്ടരുടെ പേരാണ് ബനു ഇസ്രായേൽ. ആ പാരമ്പര്യമല്ല നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് ഉണ്ടാവേണ്ട പാരമ്പര്യം മില്ലത്തു ഇബ്രാഹിമാണ്. ആ മില്ലത്തു ഇബ്രാഹിമിന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിങ്ങൾക്ക് ഇസ്തിഖാമത്തോടെ ഏത് സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുകൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. വിശുദ്ധ ഖുർആനിൽ ഉസ്വത്തുൻ ഹസനയെ കുറിച്ച് പറയുന്നുണ്ട്. ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞാല് ജീവിതത്തിന് ആർക്കും മാതൃകയാക്കാൻ കഴിയുന്ന റോൾ മോഡൽ. അതൊന്ന് അള്ളാന്റെ റസൂലാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്.
ആ മാതൃക നിങ്ങൾ പിൻപറ്റാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, ആ വഴിയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാം. അതുകൊണ്ട് നിങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ഉസ്വത്തുൻ ഹസന നിങ്ങൾ പിൻപറ്റണമെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഉസ്വത്തുൻ ഹസനയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെ കുറിച്ചാണ്. സൂറത്തുൽ മുംതഹിനയിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ മാത്രമല്ല, വല്ലദീന മഅഹു, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായിരുന്നവരിലും, അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രിയപ്പെട്ടവൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രിയപ്പെട്ട മകൻ, ഈ മൂന്നാളുകളും ഉൾക്കൊള്ളുന്ന ആ ചരിത്രത്തിലെ യുഗപുരുഷന്മാരുണ്ടല്ലോ, അവരിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉസ്വത്തുൻ ഹസനയുള്ളത് പോലെ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ചും അള്ളാഹു ഖുർആനിൽ പറയുന്നില്ല. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ്, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തെ ആവാഹിച്ചെടുത്തുകൊണ്ട് ഹജ്ജ് കർമ്മം ഒരാൾ നിർവഹിക്കുമ്പോ, ആ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ട് തിരിച്ചു വരുന്നവൻ ഇബ്രാഹിമായി മാറണം, ഇസ്മായിലായി മാറണം, ഹാജറയായി മാറണം. അല്ലാമ ഇഖ്ബാലിന്റെ വളരെ മനോഹരമായ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, യദൂർ അപ്നെ ഇബ്രാഹിം കി തലാഷ് മേ ഹേ സനം കിദാ ഹേ ജഹാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ കാലഘട്ടം ഇബ്രാഹിമിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇബ്രാഹിം ഈ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കുന്ന ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, സനം കിദാ ഹേ ജഹാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ തൗഹീദിന്റെ വചനം ഉയർത്തിപ്പിടിക്കുന്ന ഇബ്രാഹിമിന്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടരുണ്ടായാൽ അതിന്റെ പകരം ഒരു സനമും ഒരു ബിംബവും ഇവിടെ തലവെക്കുകയില്ല.